ആകാശയുദ്ധങ്ങളുടെ ഭാവി ഇനി പൈലറ്റില്ലാത്ത വിമാനങ്ങളുടെ കൈകളിലാണ്. റഡാർ കണ്ണുകളെ വെട്ടിച്ച് ശത്രുരാജ്യങ്ങളുടെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറി ബോംബുകൾ വർഷിക്കാൻ കഴിയുന്ന ഒരു അദൃശ്യ വിമാനം ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രതിരോധ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് ഡ്രോൺ ഘാതക്. എന്താണ് ഈ ഡ്രോണിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇതിനെ ലോകരാജ്യങ്ങൾ ഭയക്കുന്നത്? പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിലും ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ട ഒരു സാങ്കേതിക വിസ്മയമാണ് ഡ്രോണുകൾ എന്ന തീതുപ്പുന്ന യന്ത്രപ്പക്ഷികൾ. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വിഷയം നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. ഡ്രോൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം വളരെ രസകരമായ ഒരു ചരിത്രമാണ്. ഇതിന് ഭാഷാപരമായ അർത്ഥവും സൈനികപരമായ ഒരു ചരിത്രവുമുണ്ട്. പഴയ ഇംഗ്ലീഷ് വാക്കായ ഡ്രെയിൻ എന്നതിൽ നിന്നാണ് ഡ്രോൺ എന്ന വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം ആൺ തേനീച്ച എന്നാണ്. ആൺ തേനീച്ചകൾ സാധാരണയായി തേൻ ശേഖരിക്കാറില്ല, മറിച്ച് ഒരു പ്രത്യേക ശബ്ദത്തോടെ പറക്കുക മാത്രമാണ് ചെയ്യുക. ഡ്രോണുകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന തുടർച്ചയായ മൂളൽ ശബ്ദം ആൺ തേനീച്ചകളുടെ ശബ്ദത്തിന് സമാനമായതിനാലാണ് ഈ പേര് വന്നത്. വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മൂളിപ്പറക്കുന്ന ഡ്രോണുകൾക്ക് ഒരു തേനീച്ച പറക്കുന്ന പോലുള്ള ശബ്ദം തന്നെയല്ലേ ഉള്ളത്. യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പൈലറ്റില്ലാ വിമാനങ്ങൾക്ക് ഈ പേര് വരാൻ കാരണം 1930കളിൽ നടന്ന ഒരു സംഭവമാണ്. 1935 ബ്രിട്ടൻ വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ലാത്ത ആദ്യത്തെ വിമാനങ്ങളിൽ ഒന്നായിരുന്നു ക്വീൻ ബി. റേഡിയോ വഴി നിയന്ത്രിക്കാവുന്ന ഈ വിമാനം പ്രധാനമായും തോക്കുകൾ ഉപയോഗിച്ച് ചലിക്കുന്ന വസ്തുക്കളെ വെടിവെച്ച് പരിശീലിക്കാൻ വേണ്ട ഒരു ലക്ഷ്യമായിട്ടാണ്, അതായത് ഒരു ചലിക്കുന്ന ടാർഗറ്റായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ക്വീൻ ബി എന്ന് പറഞ്ഞാൽ റാണി ഈച്ച. തേനീച്ചക്കൂട്ടങ്ങളിൽ ഒരു പ്രധാനമായ റാണി ഈച്ചയുണ്ടാകും. ഈ സാങ്കേതിക വിദ്യ കണ്ട് ആകൃഷ്ടനായ അമേരിക്കൻ അഡ്മിറൽ വില്യം എച്ച് സ്റ്റാൻലി സമാനമായ ഒരു പദ്ധതി അമേരിക്കയിലും തുടങ്ങാൻ ഉത്തരവിട്ടു. ബ്രിട്ടൻ്റെ റാണി ഈച്ചയോടുള്ള ബഹുമാന സൂചകമായി അമേരിക്ക തങ്ങളുടെ പൈലറ്റില്ലാ വിമാനങ്ങൾക്ക് ഡ്രോൺ അഥവാ ആൺ തേനീച്ച എന്ന് പേരിട്ടു. അങ്ങനെ 1936 മുതൽ ഈ വാക്ക് ഔദ്യോഗികമായി പൈലറ്റില്ലാ വിമാനങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങി. പൊതുവെ ധരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഡ്രോൺ എന്നത് അടുത്ത കാലത്ത് വന്ന എന്തോ ഒരു സംഭവമാണെന്നാണ്. എന്നാൽ ഏതാണ്ട് 100 കൊല്ലം മുമ്പ് തന്നെ പരിമിതമായിട്ടാണെങ്കിലും സൈനിക ആവശ്യങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. എങ്കിലും നമുക്കോർമ്മയുള്ള, നമ്മളൊക്കെ നേരിട്ട് കണ്ട യുദ്ധങ്ങൾ പലതുമുണ്ട്. 1990ലെ ഗൾഫ് യുദ്ധം, കാർഗിൽ യുദ്ധം, അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം, അഫ്ഗാൻ യുദ്ധം, ഇതിലൊന്നും ഡ്രോണുകൾ കാര്യമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെയൊക്കെ അപര്യാപ്തത കാരണം സമീപകാലം വരെ അത്യാവശ്യം സർവിലൻസ് എന്നതിനപ്പുറത്തേക്ക് ഡ്രോണുകൾക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സാറ്റലൈറ്റുകളും സ്മാർട്ട് ഫോണുകളും ഡിജിറ്റൽ ടെക്നോളജിയുമൊക്കെ വലിയ തോതിൽ വളർന്നപ്പോൾ പറക്കുന്ന ക്യാമറ എന്നതിനപ്പുറത്തേക്ക് മിലിറ്ററി, സിവിലിയൻ മേഖലകളിലേക്ക് ഈ യന്ത്രത്തുമ്പികൾ പറന്നിറങ്ങാൻ തുടങ്ങി. പണ്ടൊക്കെ സിനിമകളിൽ ആകാശദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വൻ തുക മുടക്കി ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 20 വർഷം മുമ്പുള്ള സിനിമകളിൽ ഏരിയൽ ഷോട്ടുകൾ വളരെ അപൂർവമായിരുന്നു. എന്നാൽ ഇന്ന് ചെറിയ ഷോർട്ട് ഫിലിമുകളിൽ പോലും ഡ്രോൺ വഴിയുള്ള ഹെലിക്യാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആമസോൺ പോലുള്ള വമ്പൻ കമ്പനികൾ പലയിടത്തും സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. കൃഷിയിൽ വിത്ത് വിതയ്ക്കാനും കീടനാശിനികൾ തളിക്കാനുമൊക്കെ ഡ്രോണുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഡ്രോണുകൾ അഥവാ UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അത് പൈലറ്റ് ഇല്ലാതെ ആകാശത്ത് പറക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ്. പ്രധാനമായും 3 രീതിയിലാണ് ഇവയെ തരംതിരിക്കുന്നത്. മൾട്ടി റോട്ടർ ഡ്രോണുകൾ, ഈ ഫോട്ടോഗ്രാഫിക്കും ചെറിയ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നവ. 4 പ്രൊപ്പല്ലറുകൾ, 4 മോട്ടറുകൾ, റോട്ടറുകൾ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിലെ പോലെ വായുവിനെ താഴേക്ക് തള്ളിയാണ് ഇവ ഉയരുന്നത്.
ഈ പ്രൊപ്പല്ലറുകളുടെ ആംഗിളും വേഗതയും ഒക്കെ നിയന്ത്രിച്ചാണ് ഇത് പറക്കുന്നത്. നാം സാധാരണ വിവാഹങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഡ്രോണുകളാണ്. ഇവയ്ക്ക് ഏറിയാൽ 1.5 മണിക്കൂർ മാത്രമേ പറന്നു നിൽക്കാൻ സാധിക്കൂ. ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നുള്ളത് ഫിക്സഡ് വിങ് ഡ്രോണുകൾ, അതായത് വിമാനങ്ങളെപ്പോലെ ചിറകുകളുള്ളവ. ഇവയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുമുണ്ട്, ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്നതുമുണ്ട്. ഇവയ്ക്ക് പറന്നുയരാൻ റൺവേ ആവശ്യമാണ്. ഒരു വിമാനം പറന്നുയരുന്നത് പോലെ തന്നെ റൺവേയിൽ കൂടെ ഓടി ആ വേഗത ആർജിച്ച് ആ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ ത്രസ്റ്റിലാണ് അത് ഉയരുക. പിന്നുള്ളത് ഹൈബ്രിഡ് ഡ്രോണുകളാണ്. അത് നിന്ന നിൽപ്പിൽ ഉയരാനും വേഗത്തിൽ പറക്കാനും കഴിയുന്നവ. ഇതിന് മുകളിൽ പറഞ്ഞ ആ 2 എണ്ണത്തിൻ്റെയും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനാണത്. നിലവിലുള്ള സൈനിക ഡ്രോണുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് അമേരിക്കയുടെ പ്രിഡേറ്റർ ഡ്രോണുകളാണ്. മാരകമായ മിസൈലുകളും ബോംബുകളും വഹിച്ച് 40,000 അടി ഉയരത്തിൽ, അതായത് ഒരു സാധാരണ യാത്രാവിമാനം പറക്കുന്ന ഉയരത്തിൽ ഏതാണ്ട് 40 മണിക്കൂർ വരെ ആകാശത്ത് നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു വിമാനത്തിന് ഇത്രയും സമയമൊന്നും തുടർച്ചയായി പറക്കാൻ കഴിയില്ല. ദൂരെ ഇരുന്നു കൊണ്ട് കൃത്യമായി നിയന്ത്രിച്ച് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനും ബോംബുകൾ വർഷിക്കാനും പ്രെഡേറ്ററിന് സാധിക്കും. ഇന്ത്യ ഈ ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. പുതുതായി ഒരു 31 പ്രെഡേറ്റർ ഡ്രോണിന് ഓർഡർ നൽകിയിട്ടുമുണ്ട്. 450 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇവ മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിൽ പറക്കും. എന്നാൽ വികസനത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഘാതക് ഡ്രോണുകളുണ്ട്. അത് പ്രിഡേറ്ററിനേക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നോക്കൂ, ഇതിൻ്റെ ചിത്രം കാണുമ്പോൾ എന്തിനോടെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? തീർച്ചയായും അമേരിക്കയുടെ അതിശക്തമായ ദീർഘദൂര സ്റ്റെൽത്ത് ബോംബറായ B-2 സ്പിരിറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇത് B-2 സ്പിരിറ്റ് അല്ല. ഇതാണ് ഇന്ത്യ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അടുത്ത 2-3 വർഷത്തിനുള്ളിൽ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഘാതക് സ്റ്റെൽത്ത് ഡ്രോണുകൾ. ഈ പ്രത്യേക ആകൃതിക്ക് ഫ്ലൈയിങ് വിങ് എന്നാണ് പറയുക. സാധാരണ വിമാനങ്ങൾക്ക് വാലുണ്ടാകും, എന്നാൽ ഇതിനതില്ല. കാരണം ഈ ഫ്ലൈയിങ് വിങ് ഡിസൈൻ വിമാനത്തിന് റഡാറിനെ കളിപ്പിക്കാനുള്ള ശേഷി കൂട്ടും. അതുപോലെ പ്രത്യേക കോമ്പസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച ബോഡി റഡാർ സിഗ്നലുകളെ വിഴുങ്ങും, ആഗിരണം ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് സിഗ്നലുകൾ മാത്രമേ റഡാറിന് തിരികെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ റഡാർ ഇതിനെ വിലയിരുത്തുന്നത് ഒരു ഈച്ചയായോ പക്ഷിയായോ ഒക്കെ ആയിട്ടാണ്. ഇതിന് സാങ്കേതികമായി പറയുന്നത് ഈ റഡാർ ക്രോസ് സെക്ഷൻ ഇതിന് വളരെ കുറവാണ് എന്നാണ്. RCS വളരെ കുറവാണ് ഇതിന്. ഈ ഡ്രോണിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ജെറ്റ് എഞ്ചിനായ കാവേരിയുടെ ഡ്രൈ വേർഷനാണ്. എന്ന് വെച്ചാൽ സൂപ്പർസോണിക് അല്ലാത്ത, ആഫ്റ്റർ ബർണർ ഇല്ലാത്ത 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനാണ് കാവേരിയുടെ ഡ്രൈ എഞ്ചിൻ. തേജസ് വിമാനങ്ങൾക്ക് വേണ്ടത് 75 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള സൂപ്പർസോണിക് വേഗതയ്ക്ക് ആവശ്യമായ ത്രസ്റ്റ് നൽകുന്ന വെറ്റ് എഞ്ചിനാണ്. അതിൽ ആഫ്റ്റർ ബർണർ ഉണ്ട്. ഈ വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മളിതിനു മുമ്പുള്ള പല വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകൾ പരിശോധിക്കാം. കാവേരിയുടെ ഡ്രൈ എഞ്ചിൻ വികസനം കഴിഞ്ഞ് ട്രയലുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 2022 ഘാതക്കിൻ്റെ ഒരു ട്രയൽ വേർഷൻ സ്വിഫ്റ്റിൻ്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ എഞ്ചിനും പൂർത്തിയായി. ഇനി എയർ ഫ്രെയിം, എഞ്ചിൻ, ആയുധങ്ങൾ എന്നിവയുടെയൊക്കെ ഇൻ്റഗ്രേഷൻ പൂർത്തിയാകാനുണ്ട്. 13 ടൺ ഭാരമുള്ള ഘാതക്കിന് 1500 കിലോഗ്രാം ആയുധങ്ങളുമായി 30,000 അടി ഉയരത്തിൽ 10 മണിക്കൂർ തുടർച്ചയായി പറക്കാനുള്ള ശേഷിയുണ്ട്. 1000 കിലോമീറ്റർ റേഡിയസിലുള്ള ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിച്ച് തകർക്കാനും കഴിയും. പ്രിഡേറ്ററിന് 40 മണിക്കൂർ പറക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാരം കുറവായതുകൊണ്ടും വഹിക്കാവുന്ന ആയുധങ്ങളുടെ ശേഷി 450 കിലോഗ്രാം മാത്രമായതുകൊണ്ടുമാണ്. പ്രിഡേറ്ററിൽ ഉപയോഗിക്കുന്നത് ടർബോഫാൻ പിസ്റ്റൺ എഞ്ചിനുകളാണ്. അതായത് നമ്മുടെ സാധാരണ വാഹനങ്ങളിലൊക്കെയുള്ള എഞ്ചിൻ്റെ ഒരു ഹയർ വേർഷൻ. എന്നാൽ ഘാതക്കിൽ യഥാർത്ഥ ജെറ്റ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഘാതക്കിന് ഉയർന്ന സബ്സോണിക് വേഗത, സൂപ്പർസോണിക് അല്ല, സബ്സോണിക്, മാക്സിമം സബ്സോണിക് വേഗത
മണിക്കൂറിൽ ഏതാണ്ട് 1000 കിലോമീറ്ററിനടുത്ത് ആർജിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനം പ്രിഡേറ്റർ സ്റ്റെൽത്ത് ഡ്രോൺ അല്ല എന്നതാണ്. അതിൽ ആയുധങ്ങളും മിസൈലുകളുമെല്ലാം എയർ ഫ്രെയിമിൻ്റെ പുറത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ശത്രുവിൻ്റെ റഡാറുകൾക്ക് ഇവയെ വളരെ വേഗം കണ്ടെത്താനും വേഗത കുറവായതുകൊണ്ട് വെടിവെച്ച് വീഴ്ത്താനും കഴിയും. അതായത് ഒരു ഹെലികോപ്റ്ററിൻ്റെ വേഗതയേ ഉള്ളൂ പ്രിഡേറ്ററിന്. എന്നാൽ ഘാതക്ക് റഡാറുകൾക്ക് അദൃശ്യമായ സ്റ്റെൽത്ത് ഡ്രോണാണ്. ഇതിൽ ആയുധങ്ങളെല്ലാം എയർ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ റഡാറുകൾക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ തേജസ് വിമാനത്തിൻ്റെ ഭാരം 6000 കിലോഗ്രാം, 6 ടണ്ണാണ്. റഫേലിൻ്റെ ഭാരം 10 ടണ്ണാണ്. ഘാതക്കിന് 13 ടണ്ണാണ് ഭാരം. ചുരുക്കി പറഞ്ഞാൽ ഘാതക്കിൽ ഒരു പൈലറ്റ് ഇല്ല എന്നതൊഴിച്ചാൽ എല്ലാ അർത്ഥത്തിലും മാരകമായ ഒരു യുദ്ധവിമാനം തന്നെയാണ്. വികസനം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച കോമ്പാറ്റ് ഡ്രോൺ ആയിരിക്കും ഘാതക്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരസേന 60 ഘാതക്കിന് അഡ്വാൻസായി ഓർഡർ നൽകിക്കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കുക, എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയാലും യുദ്ധവിമാനങ്ങൾക്ക് പകരമാകാൻ ഡ്രോണുകൾക്ക് കഴിയില്ല. വലിയ ലക്ഷ്യങ്ങളിലെ വമ്പൻ ആക്രമണങ്ങൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ, കാർപ്പറ്റ് ബോംബിംഗ്, ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ, വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പൈലറ്റ് നേരിട്ട് നിയന്ത്രിക്കുന്ന വലിയ ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ തന്നെ വേണ്ടിവരും. എന്നാൽ ചെറിയ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രിസിഷൻഡായ ആക്രമണങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഡ്രോണുകളായിരിക്കും. യുദ്ധവിമാനങ്ങൾ ചെയ്യുന്ന അനേകം മിഷനുകൾ ഡ്രോണുകൾ ഏറ്റെടുത്തുകൊണ്ട് വിമാനങ്ങളെ വലിയ മിഷനുകൾക്ക് മാത്രമായി കേന്ദ്രീകരിക്കുക എന്നതാണ് ഇനിയും വരാനിരിക്കുന്ന കാലത്തെ ആകാശ യുദ്ധത്തിൻ്റെ രീതി. അങ്ങനെ മനുഷ്യർ നേരിട്ട് പോകാതെ ഒരുപാട് അപകടകരമായ മിഷനുകൾ ചെയ്യാനാകും. മനുഷ്യനില്ലാത്തതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ഡ്രോണുകളിൽ ആവശ്യമില്ല. അത് ഇവയുടെ ചിലവ് അനേക മടങ്ങ് കുറയ്ക്കും. ശത്രു വെടിവെച്ചിട്ടാലും പോട്ടെ എന്ന് കരുതാൻ കഴിയും. അതുകൊണ്ടൊക്കെ തന്നെ വൻതോതിൽ ഡ്രോണുകൾ നിർമ്മിക്കാനും വിന്യസിക്കാനും കഴിയും. വെട്ടുക്കിളിക്കൂട്ടങ്ങൾ പോലെ 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് വന്നാൽ അവയെ പൂർണ്ണമായും ഡിഫെൻഡ് ചെയ്യുക എന്നത് എളുപ്പമല്ല. ആ തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ ഡ്രോണുകൾ ഫ്ലാറ്റുകളിലും വിമാനത്താവളങ്ങളിലും ഒക്കെ നാശം വിതയ്ക്കുന്നത്. ഘാതക്കിനെ പോലുള്ള ഹൈ സബ്സോണിക് വേഗതയുള്ള ഹെവി സ്റ്റെൽത്ത് ഡ്രോണുകളെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും പ്രതിരോധിക്കാനാവില്ല. തലമണ്ടയ്ക്ക് കൊണ്ട് ബോംബിടുമ്പോൾ മാത്രമേ ശത്രു അറിയുക പോലും ചെയ്യുകയുള്ളൂ. ഇവയുടെ വരവ് നമ്മുടെ സേനകളുടെ ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ ശക്തിയായി ഭാരതം മാറാൻ പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം. വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.